CJ റോയിയുടെ മരണത്തിലെ സത്യം തേടി വ്യവസായി CJ റോയിയുടെ മരണത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ്. മരണത്തെക്കുറിച്ച് CJ റോയി മുൻപേ തന്നെ ചിന്തിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന കുറിപ്പുകൾ ഡയറിയിൽ നിന്ന് പോലീസ് ഇന്ന് കണ്ടെത്തി. നിക്ഷേപകരെ കൂടെ നിർത്തണമെന്നും കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നതായും കുറിപ്പിൽ CJ റോയി പരാമർശിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി വീണ്ടും എടുക്കുകയാണ്. KB ശ്രീധരൻ നമുക്കിപ്പോൾ ശ്രീധരൻ, ഈ വന്ന വിവരങ്ങൾ അത് വളരെ അതിപ്രധാനമായ ചില വിവരങ്ങളാണല്ലോ, അതിനിർണായകമായ ചില വിവരങ്ങളാണല്ലോ. അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ എന്തെല്ലാമാണ് ഉള്ളത്? ഈ മരിക്കുന്നതിന് മുൻപ് ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഈ ഡയറിയിൽ ഈ കുറിപ്പുകൾ എഴുതിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് പറയുന്ന പുറത്തുവിടുന്ന വിവരം അങ്ങനെയാണ്. ഇതിൽ പറയുന്നതനുസരിച്ച് CJ റോയ് മുൻപ് തന്നെ മരിക്കാൻ തീരുമാനിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ പറയുന്നുണ്ട്, അതായത് ഒരാൾ മരിച്ച ശേഷം എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണോ അതൊക്കെ അതിൽ പറയുന്നുണ്ട്. അതായത് കുടുംബാംഗങ്ങളോട് ക്ഷമ ചോദിക്കുന്നുണ്ട് ഈ കുറിപ്പിൽ. അതുപോലെ തന്നെ അടുത്ത അനന്തരാവകാശി ആരാവണം, ഈ കോൺഫറൻസ് ഗ്രൂപ്പിനെ ആരും നയിക്കണം എന്നുള്ള കാര്യം അതിൽ പറയുന്നുണ്ട്. ഇതുകൂടാതെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ, വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചിലത് ഉണ്ടായതായിട്ട് അതിൽ പരാമർശമുണ്ട്. കോൺഫിഡൻസ് ഗ്രൂപ്പിനൊപ്പം നിൽക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കണമെന്ന് പറയുന്നു. നിക്ഷേപകരെ എപ്പോഴും ചേർത്ത് പിടിക്കണമെന്ന് കൂടി അതിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഉള്ള ഒരു ഡയറി കുറിപ്പാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. ഇത് ഏകദേശം നമുക്ക് ഒരു ആത്മഹത്യാക്കുറിപ്പ് എന്നുള്ള രീതിയിലൊക്കെ ഇതിനെ കണക്കാക്കാം എന്നതിൽ കണക്കാക്കുന്ന രീതിയിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്, SIT അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിട്ടുള്ള ജോയിന്റ് കമ്മീഷണർ വംശി കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ കുടുംബാംഗങ്ങളുടെ എല്ലാം തന്നെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഒന്നുകൂടി, അതായത് സംസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്നുകൂടി വീണ്ടും അവരുടെ മൊഴിയെടുത്ത് വിശദമായിട്ടുള്ള മൊഴിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം നിലവിലുള്ളത്. ചില പൊരുത്തക്കേടുകൾ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവർ നൽകിയ മൊഴികളിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഏറ്റവും പ്രത്യേകിച്ച് അതിൽ ഈ CJ റോയ് എത്ര മണിക്ക് അവിടെ വന്നു എന്നത് സംബന്ധിച്ച് പലരും പല മൊഴികളാണ് നൽകിയിരിക്കുന്നത്. സുരക്ഷാ ജീവനക്കാരൻ നൽകിയിരിക്കുന്ന മൊഴിയനുസരിച്ച് അദ്ദേഹം 2 മണിക്ക് അവിടെ എത്തി. അല്ലെങ്കിൽ അവിടുത്തെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള TJ ജോസഫ് നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് അദ്ദേഹം അവിടെ എത്തിയത് 3 മണിക്കാണ്. ഇങ്ങനെ ചില പൊരുത്തക്കേടുകൾ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ CCTV ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടായതായി പറയപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ സംശയിക്കത്തക്ക ദൃശ്യങ്ങളൊന്നും CCTV ക്യാമറയിൽ നിന്ന്, ഓഫീസിലെ മറ്റു ഭാഗങ്ങളിലുള്ള CCTV ക്യാമറകളിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ, മൊഴിയെടുക്കലുകളും ഒക്കെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. CJ റോയുടെ 2 മൊബൈൽ ഫോണുകളുണ്ട്. അതിൽ ഏതെങ്കിലും നിർണായകമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ പോലീസിനുണ്ട്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്കായിട്ട് ഇപ്പോൾ FSL ലാബിലേക്ക് അയച്ചിട്ടുമുണ്ട്. ഏതായാലും നടപടികൾ വേഗത്തിൽ തന്നെ പോകുന്നുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് വേഗത്തിൽ പോവുകയാണ്. പക്ഷേ CJ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇനിയും ചില ഉത്തരങ്ങൾ കിട്ടേണ്ടതുണ്ട്. മരണത്തിൽ അതിനിർണായകമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ KB ശ്രീധരൻ പങ്കുവച്ച പോലെ അതിനിർണായകമായ അതിപ്രധാനമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചത്. മരണത്തെക്കുറിച്ച് CJ റോയി മുൻപേ തന്നെ ചിന്തിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കുറിപ്പുകൾ ഡയറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു എന്നത് വളരെ പ്രധാനമാണ്. മാത്രമല്ല, നിക്ഷേപകരെ കൂടെ നിർത്തണം എന്ന് കുടുംബത്തോട് അഭ്യർത്ഥിക്കുന്നു, കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നു അടക്കമുള്ള വിവരങ്ങൾ ഈ കുറിപ്പുകളിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. നമുക്കിപ്പം ദിവിഷ് മണി കൂടി ചേരുന്നുണ്ട്. ദിവിഷ്, കഴിഞ്ഞ ദിവസം ഇപ്പോൾ സൂപ്പർ പ്രൈം ടീം ചർച്ചയിൽ വിശദമായി CJ റോയുടെ മരണം, അതിന് പിന്നിലെ കാരണം എന്താണ് എന്ന സംശയം, ബിസിനസ്സുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം, വിവിധ ആംഗിളുകളിൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സംസാരിക്കുന്നു. വിവിധ ആംഗിളുകളിലെ അഭിപ്രായങ്ങളെല്ലാം വന്നതാണ്. ഇപ്പോൾ ഈ കുറിപ്പിൻ്റെ വിശദാംശങ്ങൾ വരുമ്പോൾ എങ്ങനെ കാണാം ഈ സാഹചര്യത്തെ? എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും തൊട്ടടുത്ത നിമിഷം അതിനൊരു രാഷ്ട്രീയ ഛായ കൊടുക്കാനുള്ള ശ്രമം എപ്പോഴും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുണ്ട്. അപ്പോൾ ഈ വിഷയം എന്നത്, ഈ ആത്മഹത്യ നടന്ന് തൊട്ടടുത്ത ദിവസം തന്നെ പ്രത്യേകിച്ചും മന്ത്രി P രാജീവ്
MV ഗോവിന്ദൻ അടക്കമുള്ളവർ പറഞ്ഞു ഇത് ഒന്നില്ലെങ്കിൽ BJPക്ക് ബോണ്ട് നൽകുക, അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക. ഇതാണ് മുന്നിലുള്ള വഴി, ഇതാണ് ഇവിടുത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന വിമർശനമാണ് CPIൻ്റെ ഭാഗത്തുണ്ട്. പക്ഷേ കോൺഗ്രസ്, നമുക്കറിയാം കർണാടക കോൺഗ്രസ് ഭരിക്കുന്നതാണ്. DK ശിവകുമാർ അദ്ദേഹം അവിടെ SIT അന്വേഷണം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസും BJPയും ഇക്കാര്യത്തിൽ മിതത്വം പാലിക്കും. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് തിരിച്ചറിയുന്നിടം വരെ കാത്തിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യമേ ഒരു ഒറ്റയടിയായിരുന്നു, ഇതൊരു രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമ്മർദ്ദത്തിൻ്റെ ഏജൻസികൾ മുഴുവൻ അപ്പോൾ കിട്ടിയൊരു അവസരമാണ്, ഒരു വടിയാണ് അടിക്കാം എന്ന നിലയിൽ. പക്ഷെ അത് ശരിയാകാതെ വരികയാണ്. ശരി, അതെ. ഇപ്പം ഞാൻ ആദ്യ ദിവസം തന്നെ ഏജൻസികൾ വേട്ടയാടുകയാണോ, ഏജൻസികളുടെ സമ്മർദ്ദമാണോ എന്ന നിലയ്ക്കാണ് ആദ്യഘട്ടത്തിൽ. IT വകുപ്പിന് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളടക്കം അവർക്ക് പോകാൻ കഴിയില്ല എന്നൊക്കെ അറിഞ്ഞിരിക്കെ തന്നെ അവരെന്തോ അറസ്റ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു മരണം ഉണ്ടായതെന്ന നിലയ്ക്കാണ് ആദ്യം വ്യാഖ്യാനങ്ങൾ നൽകാൻ ശ്രമിച്ചത്. പക്ഷേ ഇതാ ഇപ്പോൾ ശ്രീധരൻ തന്നെ പങ്കുവച്ചു, ഈ ഒരു ആത്മഹത്യാക്കുറിപ്പ് എന്ന നിലയിൽ തന്നെ പരിഗണിക്കാവുന്ന ഡയറിയിലെ വിവരങ്ങളാണ്. വിദേശത്തടക്കം വലിയ സംരംഭങ്ങളുണ്ടായി, അതിൽ തകർച്ച നേരിട്ടു. നമുക്കറിയാം ഈ 10-20 വർഷം കൊണ്ടാണ് ഇത്രയും വലിയൊരു സ്ഥാപനമായി ഇത് വളർന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ അന്നത്തെ ചർച്ചയിൽ തന്നെ നമ്മൾ സംശയം ഉന്നയിച്ചാണ്, ഈ 0 കടം എന്ന ഒരു തത്വത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ ഇത്രയും വലിയൊരു, അത് സാമ്പത്തിക വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു, അങ്ങനെയൊക്കെ ഒരു സംവിധാനം ഇവിടെ വളർന്ന് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടോ എന്നത്. ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തെവിടെയെങ്കിലും അങ്ങനെ ഇത്രയും വലിയ സ്ഥാപനങ്ങൾക്ക് 0 കടം എന്ന നിലയ്ക്ക് ഒരു ലോണോ വായ്പകളോ ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ അവിടെയൊക്കെ എവിടെയൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പുറത്തു വരുന്ന, അതുകൊണ്ടായിരിക്കും ഇന്നലെ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് അടുത്ത ദിവസം തന്നെ ചൊവ്വാഴ്ച കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുമെന്ന് തീരുമാനിച്ചിരുന്നതാണ്. ഇന്നലെ വൈകിട്ട് അവർ ആ ബ്രീഫിംഗ് തൽക്കാലം മാറ്റിവെക്കുകയാണ്. കാരണം അവരും ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പോഴായിരിക്കാം അറിയുന്നുണ്ടാവുന്നത്. അപ്പോൾ വീട്ടുകാരോട് തന്നെ ഒരു ക്ഷമാപണം നടത്തിയെന്ന നിലയാണ് ഈ കുറിപ്പിലുള്ളത്. അപ്പോൾ നമ്മളറിയാത്ത, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ഒരാളുടെ യഥാർത്ഥ രൂപമെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷണൽ അല്ലെങ്കിൽ അത്തരം ടോക്സ്, അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് പറയുന്ന, അദ്ദേഹം ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ വാഹനങ്ങളുടെ നേരെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഇതാണ് യഥാർത്ഥ ചിത്രം, ഇത്രയും അടിത്തറയുണ്ട് എന്ന് നമ്മളെല്ലാം, സമൂഹം മൊത്തത്തിൽ മാധ്യമങ്ങളെല്ലാം ഒരു തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുകൂടിയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് എന്തിൻ്റെയൊക്കെ മുകളിലൊരു കുമിള പോലെ നിൽക്കുകയായിരുന്നു എന്ന സംശയമാണ് ഇപ്പോൾ ഇനി അന്വേഷണത്തിലാണ് തെളിയേണ്ടത്. നമ്മൾ ഒരു കാര്യം വരുമ്പോഴേക്കും അതിൻ്റെ പല വശങ്ങൾ ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരാളിലേക്കോ ഒരു സ്ഥാപനത്തിലേക്കോ സർക്കാരിലേക്കോ ഒക്കെ കുറ്റം ആരോപിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് ഇപ്പോൾ പൊളിഞ്ഞത്. ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല, ഇനിയും ഉണ്ടാകണം. ഈ കുറിപ്പ് വളരെ പ്രധാനമാണ്. അപ്പോഴും വളരെ പ്രധാനപ്പെട്ട പൊതുസമൂഹത്തിലാകെ ഉണ്ടാകുന്ന ഒരു ചോദ്യം ഇതാണല്ലോ, എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? അക്കാര്യത്തിലൊരു വ്യക്തതയോ അല്ലെങ്കിൽ അത്തരം സൂചനയോ ഈ കുറിപ്പുകളുടെ ഭാഗമായി വായിക്കാൻ കഴിയുമോ? അല്ല, ഏകദേശം സാമ്പത്തിക വിദേശങ്ങളിലടക്കം നടത്തിയ വലിയ സംരംഭങ്ങളിൽ തകർച്ച എന്ന് പറയുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഒന്നുകൂടി പറയേണ്ടത്, ഈ ഘട്ടത്തിൽ അവരുടെ പ്രോജക്റ്റുകളുമായി സഹകരിക്കുന്ന, അല്ലെങ്കിൽ വീട്, ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി പണം നൽകിയ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ വലിയ ആശങ്കയിലാകുമായിരിക്കും. പക്ഷേ നിലവിൽ അവരുടെ സാമ്പത്തിക ശേഷി വെച്ച് അങ്ങനെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല. അത് ഏതെങ്കിലും അവർക്ക് വീട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാകുമെന്ന് കരുതാം. നമ്മൾ പെട്ടെന്ന് എല്ലാവരും ഒരു ആശങ്ക ഉണ്ടാക്കില്ല. പക്ഷേ സാമ്പത്തികമായി അത്ര സൗണ്ട് അല്ലായിരുന്നു, അല്ലെങ്കിൽ ശരിയായ നമ്മൾ ഈ പുറമേക്ക് കാണുന്ന പോലെ അത്ര സുഖകരമായിരുന്നില്ല കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പോക്ക്. അതിലുണ്ടായ ഒരു ഇത്രയും കെട്ടിപ്പൊക്കി ഒരു സംവിധാനം തകരുന്നു എന്നതിൻ്റെ ഒരു മനോവിഷമം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടോ, കുടുംബപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമുക്കറിയില്ല. അതിലും അന്വേഷണത്തിൽ തന്നെ വ്യക്തത വരും. ഒറ്റ കാര്യമുള്ളൂ, എടുത്തു ചാടി പെട്ടെന്ന് നമ്മൾ ചില തീരുമാനങ്ങളോ വ്യാഖ്യാനങ്ങളോ നൽകുന്നത് അബദ്ധമാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ശരി, ദിവിഷ് മണിയാണ് അതിൻ്റെ ഒരു വിശകലന സ്വഭാവത്തിലേക്ക് കടന്നത്. വ്യവസായി CJ റോയിയുടെ മരണത്തിൽ അതിനിർണായകമായൊരു വിവരം ഇന്ന് പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയം പരിഗണിച്ചത്. മരണത്തെക്കുറിച്ച് CJ റോയ് മുൻപേ തന്നെ ചിന്തിച്ചിരുന്നു എന്ന സൂചനകൾ, അത്തരം ചില കുറിപ്പുകളാണ് ഡയറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്.